അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. ബഹുമാനികളെ, പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിൻ്റെ സമയങ്ങൾ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹജ്ജ് കർമ്മം എന്നുള്ളത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണ്. അഥവാ ഒരാൾക്ക് ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ യാത്രാപരമായിട്ടോ സാധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഹജ്ജ് കർമ്മം നിർവഹിക്കൽ അയാളുടെ മേൽ നിർബന്ധമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. അള്ളാഹുവിന് വേണ്ടിയിട്ട് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നുള്ളത് ശാരീരിക സാമ്പത്തിക യാത്രപരമായി സാധിക്കുന്ന ഒരാളുടെ മേൽ നിർബന്ധമാണ് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സൂചിപ്പിക്കുന്നു. തൊട്ടടുത്ത് അള്ളാഹു പറയുന്നു, വമൻ കഫറ, ആരെങ്കിലും അതിനെ നിഷേധിക്കുകയാണ് എങ്കിൽ, കഫറ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അഥവാ ഹജ്ജിന് തുനിയുന്നില്ല എങ്കിൽ, ഫഇന്നല്ലാഹ ഗനിയുൻ അനിൽ ആലമീൻ, തീർച്ചയായിട്ടും അള്ളാഹുവിന് യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ മേൽ നിർബന്ധമായിട്ടുള്ള ഈ ഹജ്ജ് കർമ്മം പലരും തൻ്റെ വായ്സിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തേക്ക് മാറ്റി വെക്കാറുണ്ട്. എന്നാൽ അവസാന ഭാഗത്തേക്ക് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല ഹജ്ജ് കർമ്മം, മറിച്ച് ആരോഗ്യമുള്ള ഈ സന്ദർഭത്തിൽ തന്നെ ചെയ്യണം. ഒരാൾക്ക് ശാരീരിക ആരോഗ്യമില്ല, പക്ഷേ സാമ്പത്തികമായിട്ട് കഴിവുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അയാൾ തൻ്റെ ഹജ്ജ് മറ്റൊരാളെ കൊണ്ട് പകരം ചെയ്യിപ്പിക്കലും നിർബന്ധമാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് ഹജ്ജിന് വേണ്ടി നിയത്ത് ചെയ്യുക. ഇനി ഈ വർഷം സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും വരുന്ന അടുത്ത വർഷങ്ങളിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. റബ്ബ് തമ്പുരാൻ നമ്മുടെ ഈ ഫർളായ ബാധ്യത നിർവഹിക്കാൻ എത്രയും പെട്ടെന്ന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.